സോ വിസ്മയ മോഹൻലാലിന്റെ സിനിമാ ജീവിതത്തിന് തുടക്കം. ഇവിടെ മലയാളത്തിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എത്ര വലിയ സൂപ്പർ സ്റ്റാർസിൻ്റെ മക്കളാണെങ്കിലും പരിചയക്കാരാണെങ്കിലും മാമനോ മച്ചമ്പി ആണെങ്കിൽ പോലും കഴിവില്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പൊക്കോളാൻ പറയും. സോ ഈ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കഴിവില്ലാത്ത ഒരാളെ കഷ്ടപ്പെട്ട് ലോഞ്ച് ചെയ്യാൻ നോക്കുന്നൊരു നെപ്പോ പടമാണോ എന്നൊരു മുൻവിധിയോട് കൂടി തന്നെയായിരിക്കും ഒട്ടുമിക്ക മലയാളികളും ഈ സിനിമയെ സമീപിച്ചിട്ടുണ്ടാവുക. വിസ്മയ മോഹൻലാൽ തുടക്കം എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ നോട്ട് സോ ബാഡ്, നോട്ട് സോ ഗ്രേറ്റ്, ബട്ട് ഒരു ഡീസൻറ്റ് പടം വിത്ത് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ്. നമ്മൾ ഈ സിനിമയുടെ പെർഫോമൻസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഒരിക്കലും വിസ്മയ മോഹൻലാലിനെ പറ്റി മാത്രം പറയരുത്. നമുക്ക് എന്തായാലും പറയേണ്ട ഒരാളാണ് ആഷിഷ് ജോ ആൻ്റണി, അതായത് നമ്മുടെ സ്വന്തം ആൻ്റണി പെരുമ്പോറേട്ടൻ്റെ മോൻ. ആഷിഷ് ജോ ആൻ്റണീനെ ആണെങ്കിൽ പോലും എമ്പുരാനിൽ ചെറിയൊരു ഷോട്ടിൽ അദ്ദേഹത്തിന് നമ്മൾ കണ്ടു. എങ്കിൽ പോലും ഇവരൊക്കെ വലിയ വലിയ സെലിബ്രിറ്റീസിൻ്റെ മക്കളാണ് എന്നൊരു ഫീൽ ഇവർ ഒരിക്കലും ഉണ്ടാക്കുന്നില്ല. ഒരു നെക്സ്റ്റ് ടൗൺ ഗേൾ, അതായത് തൊട്ടപ്പുറത്തെ വീട്ടിലൊരു ഗേൾ അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്ടിലൊരു പയ്യൻ എന്നീ ഫീലിംഗ് ആണ് ഇവർ രണ്ടുപേരും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈസിലി ആ ക്യാരക്ടേഴ്സായിട്ട് മാറാൻ പറ്റുന്നുണ്ട്.